ഹായ് ഫ്രണ്ട്സ്, ആർമി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ കത്തിയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഈ നമ്മളെ കട്ട്ലറി ഐറ്റങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡിനുള്ള പലയാണ് ഇത്. നമുക്ക് ഇത് അങ്ങോട്ട് സൈസാക്കി എടുക്കണം. നമുക്കിതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കത് സ്ട്രെയിറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ നമുക്കൊരു സൈഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഞാനിപ്പോൾ ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം ഒരു സൈഡ് ലെവലായിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ലെവലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്തത് അതിൻ്റെ ആ വീതി ഒരു 3.5 ഇഞ്ച് വീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടേപ്പ് കാണിച്ചു തരാൻ തേണ്ട 3.5 ഇഞ്ച് വീതിയിൽ ഞാനത് 8 വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു വീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3.5 ഇഞ്ച് വീതിയിൽ ഞാൻ അത്ര നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 11 ഇഞ്ചോളം വീതിയുണ്ട്, നീളമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ താഴോട്ട് കൊടുക്കേണ്ട ഒരു പീസും കൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ അതിൻ്റെ നീളത്തിൽ തന്നെ എടുക്കുക. പിന്നെ അങ്ങോട്ട് വെക്കാൻ വേണ്ടി ഒരു 7.5 ഇഞ്ച് ആ നീളത്തിൽ നമ്മളത് ആ പലകയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കട്ടാരി വീതിക്ക് 7.5 ഇഞ്ചിനും മറ്റേ ആദ്യം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പീസും കൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ, ആ പലകയുടെ അതേ വീതിക്ക് തന്നെ നമുക്കൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാൻഡ് വെക്കുമ്പോൾ സ്റ്റാൻഡിൻ്റെ അടിയിൽ കാല് പോലെ വെക്കാൻ വേണ്ടി കേട്ടോ, അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് അതിൻ്റെ ഒരു വീതിക്ക് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കണം. അതിൻ്റെ നമ്മുടെ പലകയുടെ പുറത്തിരിക്കുന്ന കറുത്ത ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. സാൻഡ് അടിച്ചെടുക്കണം. ഇതിന് പിന്നെ പൊടിയെല്ലാം അതിൻ്റെ കളറെല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളുണ്ടതെല്ലാം ഇതുപോലെ ഇങ്ങനെ അടിച്ച് കളയണം. നേരെ ആ പലകയുടെ ഫുള്ള് കളർ വരുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പലക എടുത്താൽ മതി. ഇന്ന പലകളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ചെറിയ പീസില്ലേ, ആ പീസ് നമുക്ക് 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം അടിഭാഗത്ത് ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്ക് ഒരു ചെറിയൊരു റൗണ്ടുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഡിസൈൻ പോലെ ഒന്ന് വരച്ച് എടുക്കാം. ഇതുപോലെ ഉണ്ടോ, എന്നിട്ട് ചുമ്മാ ഒന്ന് വളച്ച് കുറിച്ചൊക്കെ എന്നാലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ പോലെ കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണത്തിൽ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. നമ്മുടെ മേലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയണം. അത് 2 ഈ ടിക്കിട്ടിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. രണ്ടാമത് നമ്മൾ അതുപോലെ തന്നെയാണ് എടുക്കുന്നത്. 2 സൈഡിലത്തെയും കാലാണ് നമ്മളിപ്പോൾ എടുത്തിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ഇതുപോലെ ഇപ്പോൾ 2 ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് എടുത്തിരിക്കുന്ന പലകയുടെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്യണം. ഈ കാല് വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ വെക്കണം. 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ് അത്. അത്ര ഭാഗം കട്ട് ചെയ്യണം. നമുക്ക് അവിടെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒരു റൗണ്ടിലുള്ള പീസ് വെച്ചിട്ട് ഇങ്ങനെ വളച്ച് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡ് ഇതുപോലെ വരയ്ക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വരയ്ക്കണം. ഇപ്പുറ സൈഡിൽ അതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ, അന്നേരം നമ്മളൊരു കാണാനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. എന്തെങ്കിലും നമ്മൾ അടുക്കള വെച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇച്ചിരി ഭംഗിയിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മളതായി. ഇനി നമുക്ക് അതിൻ്റെ മേലത്തെ ടോപ്പ് വശം അതുപോലെ തന്നെ ഒരു ചെറിയ റൗണ്ട് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ഉണ്ട്, ഇതിൻ്റെ ഒരു ചതുരത്തിലിരിക്കുന്നത്. നമുക്കത് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം. അതിന് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് വരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ പോയി ഞാൻ വരച്ചിട്ടുണ്ട്.
ഇപ്പം വരച്ച പോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ വശമൊക്കെ എന്ന് കണ്ടോ ഇതുപോലെ സൈസാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പറൊക്കെ എല്ലാം പിടിച്ചെന്ന് പിന്നെ മിനുസപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു പലകയുടെ സെൻറ്ററിൽ സൈഡിൽ 2 വരയിട്ട് കൊടുക്കണം. കട്ടർ കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. അതിന് നമുക്കിപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങോട്ട് വരച്ചിട്ടേ ഒരു കണക്കനുസരിച്ച് നമുക്ക് 1 ഇഞ്ചിൽ എടുക്കുക. ആ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ടർ കൊണ്ട് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്കിലും നമുക്ക് അതിനകത്തൂടെ കത്തിയൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനത് കട്ടർ കൊണ്ട് അതിൻ്റെ അതുപോലെ ഉണ്ട് ഹോള് പോലെ ഇട്ടിട്ടുണ്ടോ വരച്ച് അതുപോലെ റെഡിയാക്കി ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഉറപ്പിച്ച് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സൈഡിലത്തെ കാലാണ് ഫസ്റ്റിലേത് ഉറപ്പിക്കാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ മുള്ളാണി വെച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടോ പശ വെച്ചിട്ട്. ഇപ്പോൾ അടുത്ത സൈഡും കൂടെ കാലും കൂടെ അതുപോലെ തന്നെ ആണി വെച്ച് റെഡിയാക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അത് പശ വെച്ചിട്ട് മേലത്തെ പലയും കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് വന്നു. എന്താ അതിനും ചെറിയ മുള്ളാണികൾ 3-4 വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ആണി വെച്ചിട്ടുള്ള നല്ല ഉറപ്പായിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പോളിഷാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് കോട്ട് അടിച്ച് വിടുകയാണ്. അതിൻ്റെ ചെറിയ കളറൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അതിൻ്റെ ഓരോ വശം ഒന്ന് പേപ്പറൊക്കെ പിടിച്ചാൽ ഞാൻ നേരത്തെ ക്ലിയർ ആക്കിയുണ്ട്. നല്ല മിനുസം ഉള്ളതുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലിട്ടൊരു ഞാൻ റോസ് വുഡിൻ്റെ കളർ അടിച്ചിരിക്കുന്നുണ്ടോ. റോസ് കളറാണ്. പെയിൻ്റ് അടിക്കുന്ന ചെറിയ വൃത്തി എനിക്ക് തോന്നിയത് ഈ പോളിഷ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല രീതിയിൽ ഭംഗി കാണും ഉണ്ടോ. എനിക്ക് വേറെ ചെറിയ ഐഡിയ കൂടെ തന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ 4 തുളയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ ലൈറ്ററും കൂടെ വെക്കാനുള്ള ഒരു തുളയാണ്. ഇപ്പോൾ നമുക്ക് ഫൈനൽ ടച്ചും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഞാൻ ഇവിടെ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളിഷ് ചെയ്യാനായിട്ട് വേണ്ടി സീലറും സ്ലീക്കും കൂടെ വെച്ചാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം സീലർ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മളിതിപ്പോൾ കാണുന്ന സ്ലീക്ക് അടിച്ച് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം പോളിഷ് ചെയ്യുമ്പോൾ ഒരു പ്രൗഡിയും കൂടെ ഉണ്ടാവും. പെയിൻ്റ് അടിക്കുന്നതൊക്കെ ഇച്ചിരി ഗുണമുണ്ടാവും. ഇപ്പോൾ കണ്ടത് ഞാനിവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളറ് തോന്നില്ലേ. നേരത്തെ ആദ്യം കണ്ട പോലെയല്ലേ. അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടേ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികളും പിച്ചാത്തികളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം. കണ്ടോ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതുപോലത്തെ കത്തിയും ലൈറ്ററുകളൊക്കെ നമുക്ക് അവിടെ ഇവിടെ കൊണ്ട് വെച്ച് മറന്ന് വെച്ച് പോകാതെ തപ്പി നടക്കാതെ നമുക്ക് നമ്മുടെ കണ്ണെത്തും ദൂരത്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കത്തിയുടെ ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുക. അപ്പം ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതിനും കൂടാതെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.